ഹായ് ഓൾ. അപ്പോൾ ഓൺ എക്സാമിന് വരാൻ പോകുന്ന ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 5 ടൈംസ് ഓഫ് ദ സെയിം നമ്പർ ഗിവ്സ് 12. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ അൾജിബ്രൈക് ഫോം ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റിന് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ആദ്യം നമ്പറിന് ഒരു വാല്യൂ അങ്ങ് കൊടുത്താൽ മതി. സോ നമ്മളിവിടെ എക്സ് എന്ന് അങ്ങോട്ട് കൊടുക്കാൻ പോകും. സോ ഈ നമ്പർ എക്സ് ആണ്. ഇനി മുതൽ നമ്പറിനെ നിങ്ങൾ എക്സ് എന്ന് വിളിച്ചാൽ മതി. ട്വൈസ് എ നമ്പർ എന്ന് വെച്ചാൽ 2x. ട്വൈസ് എ നമ്പർ ഈ സബ്ട്രാക്റ്റഡ് ഫ്രം 5 ടൈംസ് ദി സെയിം നമ്പർ. ഓക്കെ, സെയിം നമ്പറിന്റെ 5 ടൈംസ് എന്ന് വെച്ചാൽ 5x ആണ്. സോ 2x നിന്ന് എന്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യപ്പെട്ടു? 5xൽ നിന്നും സബ്ട്രാക്ട് ചെയ്യപ്പെട്ടു 5x മൈനസ് 2x. അങ്ങനെ ചെയ്താൽ നമുക്ക് 12 കിട്ടും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. റൈറ്റ് ദ അൾജിബ്രൈക് ഫോം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇതായിരിക്കും അതിന്റെ അൾജിബ്രൈക് സ്റ്റേറ്റ്മെന്റ്. എ ഓപ്ഷൻ, എ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇവിടെ ആൻസർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി? ആ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? 5x നിന്ന് 2x പോയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 3x ആയിരിക്കും. ഈസ് ഈക്വൽ ടു 12. അപ്പോൾ എക്സ് ഈക്വൽ എന്തായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും, വിച്ച് ഈസ് 4. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. സോ 4 എന്നാണ് റൈറ്റ് ആൻസർ. 4 എന്നുള്ള ആൻസർ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ട്വൈസ് എ നമ്പർ, നമ്പർ ഇപ്പോൾ 4 ആണ്. ട്വൈസ് എ നമ്പർ എന്ന് വെച്ചാൽ അത് 8 ആകും. ഇവിടെ നോക്കുക, 5 ടൈംസ് എ നമ്പർ. 5 into 4 ചെയ്താൽ നമുക്ക് 20 കിട്ടും. 20 മൈനസ് 8 ചെയ്താൽ നമുക്ക് 12 എന്ന് കിട്ടും. ആൻസർ ശരിയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഏജ് ഓഫ് എ എൽഡർ ബ്രദർ ഈസ് 10 years more than the age of the younger brother. Okay, yes, after 4 years of elder brother will become twice the age of the younger brother. 4 കൊല്ലം കഴിഞ്ഞാൽ ഇവരുടെ ഏജ് എന്തായിരിക്കും? യങ്ങർ ബ്രദറിന്റെ ട്വൈസ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദി യങ്ങർ ബ്രദറും നമ്മൾ കണ്ടുപിടിക്കും. സോ പ്രസന്റ് ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഏജ് ആഫ്റ്റർ 4 years അതെന്താ വരിക? എക്സ് ഏജ് ആഫ്റ്റർ 4 years വരാൻ പോകുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. ഓക്കെ, യങ്ങർ ബ്രദറിന്റെ ഏജ് എന്ന് വെച്ചാൽ 4 years കഴിഞ്ഞാൽ അത് എക്സ് പ്ലസ് 4 ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഏജ് ഓഫ് ദി എൽഡർ ബ്രദർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരിക്കും ഏജ് ഓഫ് ദി എൽഡർ ബ്രദർ വരാൻ പോകുന്നത്? ഏജ് ഓഫ് ദി എൽഡർ ബ്രദർ ഇസ് 10 years മോർ ദാൻ ദി ഏജ് ഓഫ് യങ്ങർ ബ്രദർ. എന്ന് വെച്ചാൽ എക്സ് ആണെങ്കിൽ അത് എക്സ് പ്ലസ് 10 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏജ് ആഫ്റ്റർ 4 years ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, സോ ആഫ്റ്റർ 4 years ഏജ് ഓഫ് ദി എൽഡർ ബ്രദർ വിൽ ബിക്കം ട്വൈസ് ദി ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ. എന്ന് വെച്ചാൽ ട്വൈസ് ദി ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ടൈംസ് എക്സ് പ്ലസ് 4 എന്ന് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് 4 ആണ് നമ്മുടെ യങ്ങർ ബ്രദറിന്റെ ഏജ്. എൽഡർ ബ്രദറിന്റെ ഏജ് വരാൻ പോകുന്നത് ട്വൈസ് ദി ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ ആണ്. സോ നമുക്ക് 2 into x plus 4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ എന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഏജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് 4 കൊല്ലത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സോ അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഈ വാല്യൂന്ന് ഈ ഒരു വാല്യൂ കുറച്ചാൽ നമുക്ക് 4 കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ 2 ടൈംസ് എക്സ് പ്ലസ് 4 മൈനസ് ഈ വാല്യൂ എന്താ? എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. കാരണം ഇതൊരു ഏജ് ആണ്. ഇതിൽ നിന്നും ഇത് കുറച്ചാൽ നമുക്ക് 4 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം 4 കൊല്ലം ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരാൻ. സോ ഇത് നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into x ചെയ്താൽ 2x കിട്ടും. 2 into 4 ചെയ്താൽ നമുക്ക് 8 കിട്ടും. മൈനസ് ഈ മൈനസ് എല്ലാവർക്കും അങ്ങ് കൊടുക്കുക. മൈനസ് എക്സിന് കൊടുത്താൽ നമുക്ക് മൈനസ് എക്സ് കിട്ടും. മൈനസ് 10 കൊടുത്താൽ നമുക്ക് മൈനസ് 10 എന്ന് കിട്ടും. ഈക്വൽ ടു 4. 2x മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് എക്സ് എന്ന് കിട്ടും. 8 മൈനസ് 10 ചെയ്താൽ നമുക്ക് മൈനസ് 2 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഈക്വൽ എന്താകും? മൈനസ് 2 അങ്ങോട്ട് വരും. നമുക്ക് 2 പ്ലസ് 4 എന്നാകും. സോ എക്സ് ഈക്വൽ ടു 6, വിച്ച് മീൻസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ വരാൻ പോകുന്നത് എക്സ് ആണ്. അത് 6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതാണ് നമ്മളെ ആൻസർ വരാൻ പോകുന്നത്. 6 ആയിരിക്കും നമ്മുടെ യങ്ങർ ബ്രദറിൻ്റെ പ്രസന്റ് ഏജ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. 7 is added to 5 times a number gives 37. How much is 5 times of the number? If 7 is subtracted from the 5 times of a number, what is the answer? So നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. നമ്പർ എന്നൊക്കെ കണ്ടാൽ നമ്മൾ ആയതിന് അതിന് എക്സ് കൊടുക്കുക.
എന്നിട്ട് നോക്കുക 7 ഈസ് ആഡഡ് ടു 5 ടൈംസ് എ നമ്പർ ഉണ്ട്, അതിൻ്റെ 5 ടൈംസ് എന്ന് വെച്ചാൽ എന്താ, അത് 5x ആണ്. അതിൻ്റെ കൂടെ 7 ഈസ് ആഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ 7 + 5x, അത് ചെയ്താൽ എന്ത് കിട്ടും, 37 കിട്ടുന്നതായിരിക്കും. സോ 5 + 7x ചെയ്താൽ നമുക്ക് 37 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് 5x ആകും, ഈ 7 ഇങ്ങോട്ട് വന്നാലും എന്താകുമ്പോഴേക്കും 37 - 7 ആകും, അതായത് 30. 5x = 30 എന്ന് വന്നാൽ x = എന്തായിരിക്കും, 30/5 ആയിരിക്കും, വിച്ച് ഈസ് 6. അപ്പോൾ ഈ നമ്പറിൻ്റെ വാല്യൂ നമുക്ക് 6 ആണെന്ന് കിട്ടി. ഓക്കെ, ഹൗ മച്ച് ഈസ് 5 ടൈംസ് ദാറ്റ് നമ്പർ? ഈ നമ്പറിൻ്റെ 5 ടൈംസ് എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട് 5 ടൈംസ് ഓഫ് x = 30 ആണ്. അല്ലെങ്കിൽ നമുക്ക് 6 എന്നുള്ള വാല്യൂ കിട്ടുന്നുണ്ട്, അതിൻ്റെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ നമുക്ക് 30 കിട്ടും. സോ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 30 ആയിരിക്കും. ഓക്കെ, എല്ലാവരും സ്റ്റെപ്പ് നല്ലപോലെ എഴുതണം. യെസ്, അത് മറക്കരുത്. ഇഫ് 7 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 5 ടൈംസ് ഓഫ് എ നമ്പർ, വാട്ട് ഈസ് ദി നമ്പർ? എന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 5 ടൈംസ് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കുക. സോ നമുക്ക് 30 കിട്ടും, അതിൽ നിന്നും 7 സബ്ട്രാക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ സബ്ട്രാക്ട് ചെയ്താൽ 30 - 7 ചെയ്താൽ നമുക്ക് 23 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ ഇവിടെ വരാൻ പോകുന്നത്. സോ എ പാർട്ടിൻ്റെ ആൻസർ 30 ആണ്, ബി പാർട്ടിൻ്റെ ആൻസർ 20 ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് 6 × x - 2 = 4 × x + 3, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 6 × x - ഓക്കെ, എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ എന്താ ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഇത് പ്യുവർ അൾജിബ്ര മാത്രമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ഫോർമുല എഴുതാനൊന്നുമില്ല. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുക, 6ന് നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × x ചെയ്താൽ നമുക്ക് 6x എന്ന് കിട്ടും. 6 × -2 ചെയ്താൽ നമുക്ക് -12 എന്ന് കിട്ടും. മൈനസ് അതുപോലെ വെക്കുക, 6 × 2 ചെയ്താൽ നമുക്ക് 12 എന്ന് കിട്ടും. യെസ്, ഇവിടെ അതേ പരിപാടി 4 × x ചെയ്താൽ നമുക്ക് 4x എന്ന് കിട്ടും. 4 × 3 ചെയ്താൽ നമുക്ക് 12 എന്ന് കിട്ടും, +12 എന്ന് കിട്ടും. ഇനി ഈ 4x ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ 6x അവിടെ തന്നെ ഉണ്ട്, -4x ആയി. ഈ -12 അങ്ങോട്ട് പോകട്ടെ, അപ്പോൾ അത് +12 ആവും, = +12 +12. 6x - 4x ചെയ്താൽ നമുക്ക് 2x കിട്ടും. 12ഉം 12ഉം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 24 കിട്ടും. അങ്ങനെ നമുക്ക് എക്സിൻ്റെ മാത്രം വാല്യൂ എഴുതാം. 2x = 24 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 24/2 ആവും. ഈ 2 അങ്ങോട്ട് പോയാൽ /2 ആയി മാറും. സോ 12 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരാൻ പോകുന്നത്. 24/2 12 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. സോ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പ്രീവിയസ് ഇയർ 1 എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തത്. യെസ്, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാത്സ് എക്സാമിന് നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാം. എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ സ്റ്റെപ്പ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ആൻസർ പേപ്പറിൽ എന്തായാലും നിർബന്ധമായിട്ടും വേണം. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.